അണികവിയും അഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശാൽ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാഷി ശരചന്ദ്രമരീചികേ. ഓം ഹംസാഭ്യാ പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകം ആദ്യന്തൈകമഖണ്ഡ ചിത്കനരസം പൂർണം ഹിനന്ദം ശുഭം പ്രത്യശാശരവിഗ്രഹം ഗുരുപദം ധ്യായേ വിപും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ലോകത്തിന് മുഴുവൻ ആദിമൂല കാരണമായി സ്വയം പ്രകാശിക്കുകയും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടുമിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരുവിന് എൻ്റെ കോടി കോടി പ്രണാമം. കോട്ടയം ഭഗവാന്റെ തൃക്കരങ്ങളാൽ 5 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിതമായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായി കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രമാണ്. ഇന്ന് ഈ ക്ഷേത്രത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത്. ഏതാണ്ട് 122 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1903, സാധാരണക്കാരിൽ സാധാരണക്കാരായ 2400 പരം കുടുംബങ്ങള്, കക്കാത്തൊഴിലാളികള്, മത്സ്യബന്ധനക്കാര്, കൂലിവേലക്കാര് എന്നിങ്ങനെ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ദ്വീപായിരുന്നു കുമരകം. എന്നിരുന്നാലും അവിടെ ഒരു ഈഴവ സമാജം ഉണ്ടായിരുന്നു. 7 ഈഴവ പ്രമാണിമാരായിരുന്നു അതിന്റെ ഭരണസാരഥികൾ. ഒരിക്കൽ അവർ ഗുരുവിനെ കുറിച്ച് അറിയുവാനിടയായി. ഗുരുവിനെ കാണണമെന്നും കുമരകത്തേക്ക് കൊണ്ടുവരണമെന്നും അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ യോഗങ്ങളൊക്കെ കൂടി. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വള്ളത്തിലായിരുന്നു യാത്രകളൊക്കെ. ഭഗവാനെ കാണുവാനും ശിവഗിരിയിലേക്ക് യാത്രയാകാൻ അവരൊരു കെട്ടുവള്ളം തന്നെ തയ്യാറാക്കി. 5-6 ദിവസം എടുക്കും അവിടെ പോയി വരാനായിട്ട്. അതിനു വേണ്ട പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും കപ്പയും ഒക്കെ ആയിട്ട് അവരെ യാത്രയാകുകയാണ്. ഏതാണ്ട് കായംകുളം എത്തി. അപ്പോൾ ഒരു കൊതുമ്പ് വെള്ളത്തില് നിറയെ മത്സ്യവുമായി കിഴക്കോട്ട് 2 പേർ ഊർന്നു പോകുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഒരാൾക്ക് അതിയായ ആഗ്രഹം തോന്നി. കപ്പയുമുണ്ട്, എന്നാൽ കുറച്ച് മത്സ്യവും കഴിക്കാം. 3-4 ദിവസം വ്രതം എടുത്തെന്ന് പറഞ്ഞാലും ഇനിയും 3-5 ദിവസം എടുക്കും അവിടെ ചെല്ലാനായിട്ട്. ആ വ്രതം മാത്രം മതി. കൂടെ ഇരുന്ന കൂട്ടുകാരോട് പറഞ്ഞു. അവർക്കും ഒക്കെ സമ്മതമായി. നമുക്ക് കുറച്ച് മീനും കപ്പയും കഴിക്കാം. അങ്ങനെ പോയ വള്ളം കൈകൊട്ടി തിരിച്ചു വിളിച്ച് മത്സ്യം വാങ്ങി പാചകം ചെയ്തു. ഏതാണ്ട് കൊല്ലം സാമ്പ്രാണിക്കോടി എന്ന സ്ഥലത്തെത്തി. ആ മുനമ്പില് വള്ളം നിർത്തി ഈ പാചകം ചെയ്ത കപ്പയും മീനും ചോറും ഒക്കെ ആയിട്ട് കഴിക്കുവാനിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തില് പ്രമാണിയായ ചൂരപ്പറമ്പിൽ ചേന്നന് ആ മീൻ പാചകം ചെയ്ത പാത്രത്തില് കുറച്ച് ചോറ് പെരട്ടി ഉണ്ടാലോ എന്നൊരാഗ്രഹം തോന്നി.
തന്റെ കൂട്ടുകാരനായ നെല്ലിപ്പറമ്പനോട് പറഞ്ഞുകൊണ്ട് നല്ല സ്വാദാണ് ചങ്ങാതി എന്ന് മൊഴിഞ്ഞുകൊണ്ട് അത് കഴിച്ചു. അടുത്തിരുന്ന നെല്ലിപ്പറമ്പൻ ഒന്ന് ചൊടിച്ചു. കൂടെ ഇരുന്നവരെല്ലാവരും ചിരിച്ചു, ആഹ്ലാദിച്ചു. അങ്ങനെ അവർ യാത്രയായി. ശിവഗിരിയിലെത്തി. അപ്പോഴാണ് അറിയുന്നത് സ്വാമി അരുവിപ്പുറത്താണ്. വള്ളം തന്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് കാൽനടയായി നടന്ന് അരുവിപ്പുറത്തെത്തി. കുളിച്ചു, ശുദ്ധിയായി, ഭഗവാനെ കാണുവാൻ അനുവാദം വാങ്ങി. അകത്തേക്ക് ചെന്നപ്പോൾ ഭഗവാൻ അവർക്കിട്ടൊന്ന് നോക്കി. എവിടെയുള്ളവർ? ഞങ്ങൾ കുമരകംകാരാണ് സ്വാമി. ഓ, കുമരകംകാരോ? വേമ്പനാട്ട് കായലിന്റെ കിഴക്കേ തീരക്കാർ. മത്സ്യവും കക്കയും ഉപജീവന മാർഗം. സാധുക്കള്, ഈഴവർ കൂടുതൽ ഉള്ളിടം. പ്രധാന ആഹാരം മരച്ചീനിയും മത്സ്യവും. ഭഗവാന്റെ ഈ അരുളപ്പാട് കേട്ട് ചൂരപ്പറമ്പിൽ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രൗഢിയുള്ളവും ആളാണ് ചൂരപ്പറമ്പിൽ ചെന്നൻ. സ്വാമി, അതില്ലാതെ അടിയങ്ങൾക്ക് വയ്യ. ഇത് കേട്ടുകൊണ്ട് സ്വാമികൾ ചൂരപ്പറമ്പിൽ ചേന്നനിട്ടൊന്ന് നോക്കി. കൂട്ടത്തിൽ ഭേദമായവർ അല്പം മത്സ്യം പാകം ചെയ്ത പാത്രത്തിൽ ചോറ് പുരട്ടിയുണ്ടാൽ ബഹുരുചിയാണല്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് എല്ലാവരും മറയത്ത് നിന്ന് ചിരിച്ചു. ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു ഇവർ മത്സ്യം കഴിച്ച കാര്യം. അടിയങ്ങൾക്ക് അതില്ലാതെ വയ്യ സ്വാമി. അങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞു. കുമരകത്തെ ജനങ്ങളുടെ ക്ഷേമങ്ങൾ തിരക്കി. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് മുൻവിധി പോലെ ചോദിക്കുകയുണ്ടായി. അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം പണിത് നാട്ടാശാന്മാരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാവരും കേട്ടു. വളരെ ഭക്തിയോടുകൂടി നിന്നു. അപ്പൊ ഇവരുടെ ആഗ്രഹം ഭഗവാനെ കുമരകത്തേക്ക് കൊണ്ടുവരണം. സ്വാമി അടിയങ്ങളുടെ നാട്ടിലേക്ക് വരുമോ? ഇത് കേട്ടുകൊണ്ട് പെട്ടെന്നുള്ളൊരു മറുപടിയായിരുന്നു സ്വാമിയുടെ കയ്യിൽ നിന്ന്. നാം അവിടെ വന്നാൽ എവിടെ ഇരിക്കും? ശരിയല്ലേ? അവർ മാറി നിന്ന് ചിന്തിച്ചു. ശരിയാണ്, സ്വാമി വന്നാൽ നമ്മുടെ വീടുകളിൽ ഏത് വീട്ടിലിരിക്കും? ഒരു വീട് പോലും വൃത്തിയുള്ള വീടില്ല. മത്സ്യവും മാംസവും പട്ടിയും പൂച്ചയും കോഴിയും പശുവും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന വീട്. അവർ അതിനെക്കുറിച്ച് ആലോചിച്ച്, സ്വാമി, ഞങ്ങൾ ഒരു മഠം പണിതിട്ട് സ്വാമിനെ അറിയിക്കാം. അങ്ങനെ അവർ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിയിലെല്ലാം അവർ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ വിചാരം. ചിന്തിച്ചു, ഒരുപാട് ആലോചിച്ചു. ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പോരും വഴിയില് കൂട്ടത്തിൽ പ്രമാണിയായ ചൂരപ്പറമ്പിൽ ചേന്നൻ തന്റെ കൊപ്രാക്കളം തോടിന്റെ തീരത്ത് തന്നെ. അത് തന്നെയുമല്ല, ശുദ്ധമായ വായു. സ്വാമി വന്നാൽ അധികം നടക്കുകയും വേണ്ട. പെട്ടെന്നാണ് ആ ആശയം ചൂരപ്പറമ്പിൽ ചേന്നൻ ഉദിച്ചത്. ചൂരപ്പറമ്പിൽ ചേന്നൻ ഈ കാര്യം തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അവർക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ അവർ കുമരകത്തെത്തി. പെട്ടെന്ന് തന്നെ മഠത്തിന്റെ പണികൾ ആരംഭിച്ചു. ഭജനസമിതിക്കാര് തന്റെ വീടുകളിൽ നിന്നും മറ്റു വീടുകളിലും എല്ലാം ചെന്ന് പാലയും പടച്ചിയും എല്ലാം വെട്ടിക്കൊണ്ടുവന്ന് ഓലയും എല്ലാം കൊണ്ടുവന്ന് ഒരു മഠം ഉണ്ടാക്കുകയാണ്. കൂടെ ഒരു കുടിപ്പള്ളിക്കുടവും. നാട്ടാശാനെ കൊണ്ട് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാൻ തുടങ്ങി. കൊച്ചുപിള്ള പണിക്കരും തന്റെ സുഹൃത്തുക്കളും കെട്ടുവള്ളത്തിൽ തന്നെ സ്വാമിയെ ചെന്ന് വിവരം അറിയിച്ചു. തങ്ങൾ മഠം പണിതു, കുടിപ്പള്ളിക്കുടവും പണിത് നാട്ടാശാന്മാരെ കൊണ്ട് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാനും തുടങ്ങി. ഓ, ഉത്സാഹമുണ്ടല്ലോ, നാം അവിടെ വരാം.
ആലപ്പുഴയിലെ മട്ടാഞ്ചേരിയില് നാം വരും, അപ്പോൾ വിവരം അറിയിക്കും, നമ്മെ കൂട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ അവർ തിരിച്ചു വന്നു. കുറച്ചു ദിവസങ്ങൾക്കകം ഒരറിയിപ്പ് കിട്ടി, സ്വാമി ആലപ്പുഴയിലെ മട്ടാഞ്ചേരിയിൽ എത്തുന്നു. വളരെ സന്തോഷമായി. ഇവിടുന്ന് സ്വാമിയെ എതിരേൽക്കാൻ വാദ്യമേളങ്ങളോടുകൂടി ചുരുളം വള്ളത്തില് സ്വാമിയെ എതിരേൽക്കാൻ കൊച്ചുപിള്ള പണിക്കരും കുറച്ച് ഭൃത്യന്മാരുമായി പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, സ്വാമിയും കൂട്ടത്തിൽ ഒരു കറുത്ത് ഒരു തോൾസഞ്ചിയും ഒക്കെ ഉള്ള ഒരാളുമായി സ്വാമി ഒരു വള്ളത്തിൽ കയറിപ്പോയി എന്ന്. വളരെ സങ്കടം തോന്നി ചെന്നവർക്ക്. നമുക്കെല്ലാവർക്കും അറിയാം സ്വാമിയുടെ ഒരു രീതി അങ്ങനെയാണ്. ഇവരെ കാണാഞ്ഞിട്ട് തൊട്ടു പുറകെ നെല്ലിപ്പറമ്പൻ വേറൊരു ചുരുളം വള്ളത്തെ കുറച്ച് ഭൃത്യരുമായി എത്തി. രണ്ടു കൂട്ടരും പരസ്പരം കണ്ടു സ്വാമി പോകുന്നു എന്നറിഞ്ഞപ്പം വളരെ നിരാശ തോന്നി, തിരിച്ചു പോരുകയാണ്. ജനങ്ങളെല്ലാം സ്വാമി വരുന്നതറിഞ്ഞ് ജാതി മത ഭേദമന്യേ ഇരു സൈഡുകളിലും, തോടിന്റെ ഇരു സൈഡുകളിലും സ്വാമിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കയ്യില് മുന്തിരിയും കൽക്കണ്ടവും ഒക്കെയായി പഴവും ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് സ്വാമികൾ എവിടെയോ പോയി. ആകെ സങ്കടത്തോടു കൂടി തിരിച്ചു വരുമ്പോ നെല്ലിപ്പറമ്പൻ അകലയിൽ നിന്ന് കണ്ട് തങ്ങൾ പണിതിരിക്കുന്ന മഠത്തിന്റെ തിണ്ണയിൽ ആരോ ഒരാൾ ഇരിക്കുന്നു. താഴെ ഒരാൾ ചമ്രം പടഞ്ഞ് ഒരു തുകിൽ സഞ്ചിയും തോളത്തിട്ട് ഒരു കറുത്തയാളും ഇരിക്കുന്നു. നെല്ലിപ്പറമ്പൻ അകലെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് സ്വാമികളാണെന്ന്. നെല്ലിപ്പറമ്പൻ വള്ളത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു കൂവി, സ്വാമികൾ വന്നേ, സ്വാമികൾ വന്നേ എന്ന്. ജനങ്ങളെല്ലാം അലമുറയിട്ട് ഓടി ആ മഠത്തിന് നേരെ വന്നു. സാഷ്ടാംഗം പ്രണമിച്ചു. കൽക്കണ്ടവും മുന്തിരിയും പഴവും ഭഗവാന് കാഴ്ചവെച്ചു. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ആ തോട്ടില് ഇറക്കി കുളിപ്പിച്ച് ഇരുത്തി അവരെ കൊണ്ട് നാമങ്ങൾ ജപിപ്പിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് എല്ലാവർക്കും, അവിടെ നിന്ന എല്ലാവർക്കും ഭഗവാൻ കൽക്കണ്ടവും മുന്തിരിയും കൊടുത്തു. കൊച്ചുപിള്ള പണിക്കരെ ഭഗവാൻ അടുത്തിലേക്ക് വിളിച്ചു. ഇനി ഇവിടെ ഒരു ക്ഷേത്രം വേണം. ഇത് കേട്ടപ്പോൾ ഈഴവ പ്രമാണിമാർക്കൊന്നും പറയുവാനില്ലായിരുന്നു. എല്ലാം സ്വാമിയുടെ ഇഷ്ടം പോലെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ തന്നെ സ്വാമി പറഞ്ഞു, ഒരു കല്ലാശാരിനെയും ഒരു മരയാചാര്യനെയും ഒരു തട്ടാനെയും നമുക്ക് വേണം. ആ വേളയില് 3-4 ദിവസത്തോളം ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവരോടി നടന്ന് കല്ലാശാരിനെയും മരയാചാര്യനെയും തട്ടാനെയും കൊണ്ടുവന്നു. കല്ലാചാരിയോട് ഭഗവാൻ പറഞ്ഞു, കല്ലിൽ ഒരു ചിത്രകൂടം പണിയണം. മരയാചാരിയോട് പ്ലാവില് ഒരു പീഠം പണിയണം. തട്ടാനോട് വെള്ളിയിൽ ഒരു വേലും പണിയണം. അങ്ങനെ ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു ക്ഷേത്രത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഭഗവാൻ തന്റെ കൂടെ വന്ന പപ്പുവിനെ വിളിച്ചു. പപ്പുവിനോട് പറഞ്ഞു, തന്റെ തുകിൽ സഞ്ചിയില് സുബ്രഹ്മണ്യന്റെ ഒരു ചില്ല് പടമുണ്ട്, അത് തൂത്ത് വൃത്തിയാക്കി കൊണ്ടുവരാൻ. പപ്പു ശാന്തി പെട്ടെന്ന് അത് നന്നായി വൃത്തിയാക്കി. ഏതാണ്ട് സന്ധ്യ സമയം 1903 ഭഗവാൻ തന്റെ നെഞ്ചോട് ചേർത്ത് പടിഞ്ഞാറേക്ക് നോക്കി ആ മഠത്തിനുള്ളിൽ ആ നിപ്പ്, ഒരേ നിപ്പ്, എല്ലാവരും ജനങ്ങൾ ഒന്നടങ്കം ജാതി ഭേദമന്യേ ഇരു കൈകളും കൂപ്പി ആ ക്ഷേത്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ സമയത്ത് ഏതാണ്ട് വെളുപ്പാൻ കാലമായി. ആ സമയത്ത് ഒരു
ദിവ്യ ജ്യോതി എല്ലാവരുടെയും കണ്ണുകളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. എല്ലാവരുടെയും കണ്ണുകൾ ചിമ്മി അടഞ്ഞുപോയി. പിന്നെ കണ്ണുകൾ തുറക്കുമ്പോൾ ഭഗവാൻ പറയുവാണ് തൻ്റെ അടുത്ത് നിന്ന പപ്പുവിനോടായി, ഇനി പൂജിക്കാം. ഈ സമയത്ത് ഭഗവാൻ കിഴക്കോട്ട് ദർശനത്തിലായിരുന്നു. അവിടെ ചിത്രകൂടവും ആ പലകയും ആ വീലും ഭഗവാൻ അവിടെ പ്രതിഷ്ഠിച്ചു, ആ ചില്ല് ഫോട്ടോയിൽ. കുമരകംകാർക്ക് കുമാരനെ മതി. അവർ സാധുക്കളാണ്, അവർ പാവങ്ങളാണ്, അവർക്ക് എല്ലാം ഉണ്ടാകും, എല്ലാം ഉണ്ടാകണം. ശ്രീ കുമാരമംഗലം ക്ഷേത്രം എന്ന് നാമകരണവും ചെയ്തു. പപ്പു ഇനി പൂജിച്ചോളൂ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ലോക ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നതാണ് കുമരകം. തിരുച്ചതയത്തിന് ഭഗവാൻ വള്ളത്തില്, ചുരുളം വള്ളത്തിൽ കൊണ്ടുവന്ന ആ ഒരു നമ്മുടെ ഒരു സ്മൃതിയായിട്ടാണ് അവിടെ ഇപ്പോൾ ചതയം വള്ളംകളി നടത്തുന്നത്. ഭഗവാന്റെ ശിഷ്യനായ കുമാരനാശാൻ, ഗൃഹസ്ഥ ശിഷ്യനായ കുമാരനാശാൻ നമുക്കായിട്ട് ഒരു വഞ്ചിപ്പാട്ട് ഭഗവാൻ കുമരകത്ത് വന്നതിന് എഴുതി തന്നിട്ടുണ്ട്. നമിക്കുവിൻ സഹചരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവൻ മഹേശ്വരൻ, ഗുരു സാക്ഷാൽ പരബ്രഹ്മം ശ്രുതി സമ്മതം. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ കുമരകത്തിന്റെ ആ ഒരു മാഹാത്മ്യവും. ഇപ്പം ക്ഷേത്രത്തിന് സ്കൂളായി, ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി, അതുപോലെ തന്നെ തങ്കരഥം, 1 കോടി രൂപയിലേക്ക് മേളിലുള്ള തങ്കരഥം, എല്ലാ വിശേഷ ദിവസങ്ങളിലും ഭഗവാന്റെ തങ്കരഥം എഴുന്നള്ളുന്നതാണ്. ബാങ്കായി എല്ലാം കുമരകത്ത് വന്നാൽ എവിടെ ഇരിക്കും എന്ന് ഭഗവാൻ ചോദിച്ചതുപോലെ അത്രയ്ക്കും അഭിവൃദ്ധി പ്രാപിച്ചതാണ് കുമരകം. എല്ലാ വർഷത്തിലും കുംഭമാസം പൂയം നാളിലാണ് ഭഗവാന്റെ ആറാട്ട്, 7 ദിവസത്തെ ഉത്സവം. ഈ പ്രതിഷ്ഠാവേളയില് ഒരു ദിവസം വൈകുന്നേരം ഭഗവാൻ ആ തോടിന്റെ സൈഡിൽ നടക്കുന്ന സമയം ഒരു കുഞ്ഞ്, ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി കോണകമൊക്കെ ഉടുത്ത് ഒരു കൊച്ചവിടെ നിന്ന് ചൂണ്ടയിടുന്നു. ആ കുട്ടിയെ ഭഗവാൻ മാടി വിളിച്ചു. കുട്ടി ഓടി അടുപ്പിലേക്ക് എത്തി. സാധു ജീവികളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കൽക്കണ്ടവും മുന്തിരിയും ആ കുട്ടിക്ക് കൊടുത്തു. അതോടൊപ്പം കുട്ടിയോട് ചോദിച്ചു, നീ നമ്മോടൊപ്പം പോരുന്നോ? കുട്ടിക്ക് ആകെ അന്താളിപ്പായി പോയി. എന്താണ് ചെയ്യേണ്ടത്? സ്വാമികൾ നമ്മളെ വിളിച്ചിരിക്കുന്നു. വീട്ടില് ഇന്നത്തെ പോലല്ലേ, വീട്ടില് വിളിച്ചു, വീട്ടിൽ ചോദിച്ചു. അങ്ങനെ ആ സ്വാമികളാണ് മൃത്യുഞ്ജയൻ തന്ത്രി സ്വാമികള്. ഏതാണ്ട് 11-12 വയസ്സ് പ്രായമുള്ളപ്പം ശിവഗിരിയിലേക്ക് പോയി. അവിടെ നിന്ന് വൈദികം പഠിച്ചു. 15-ാമത്തെ വയസ്സില് ഒരു ജ്വരം ബാധിച്ചു. 1898 പുറത്തേപ്പറമ്പിൽ കുഞ്ഞന്റെ മകനായി ജനിച്ചു. ഈ 15-ാമത്തെ വയസ്സിൽ ജ്വരം ബാധിച്ച് മരിക്കുമെന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് ഗുരു വടക്കോട്ടുള്ള യാത്ര കഴിഞ്ഞു വരുന്നത്. ഗുരുവിനെ അവരറിയിച്ചു, ആ കുമരകത്തുനിന്ന് വന്ന കുട്ടി മരിക്കാറായി കിടക്കുകയാണ്. ഭഗവാൻ അടുത്തേക്ക് എന്നൊന്ന് തലോടി എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരുന്നു. നീ മൃത്യുവിനെ തരണം ചെയ്യുന്ന മൃത്യുഞ്ജയൻ എന്ന നാമകരണവും ചെയ്തു. പിൽക്കാലത്ത്
മൃത്യുഞ്ജയൻ തന്ത്രി 1931 ക്ഷേത്രം മേൽശാന്തിയായി, തന്ത്രികളായി. 1981 ജനുവരി മാസം 18 ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. 83 വയസ്സുവരെ തന്ത്രികളായി കുമരകത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാർത്തികൻ തന്ത്രികൾ, ഗോപാലൻ തന്ത്രികൾ. ഈ തന്ത്രിയുടെ സമാധി പീഠം ക്ഷേത്രത്തിന് വടക്കുവശത്തായിട്ടുണ്ട്. എല്ലാവരും ക്ഷേത്രത്തിൽ വന്നു തൊഴുമ്പോൾ തന്ത്രി സ്വാമികളെ കൂടെ ഒന്ന് തൊഴുന്നത് കുമരകംകാർക്കെല്ലാം പ്രിയപ്പെട്ട തന്റെ ജംഗമ വസ്തുക്കളെല്ലാം ക്ഷേത്രത്തിന് കാഴ്ചവെച്ചു. ഭഗവാന്റെ മണ്ണില് കുമരകത്ത് താമസിക്കാൻ പറ്റത് വലിയൊരു പുണ്യമാണ്. ലോക ഭൂപടത്തിൽ തന്നെ പേര് വന്ന കുമരകത്ത് ഇത്രയും അഭിവൃദ്ധി വരാനായിട്ട് കുമരകംകാര് പാവങ്ങളാണ്, അവർക്കെല്ലാം ഉണ്ടാകുമെന്ന് ഭഗവാന്റെ പാദസ്പർശത്താലാണ് കുമരകം പുണ്യഭൂമിയായി മാറിയത്. കുമരകത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാൻ അവസരമൊരുക്കി തന്ന കോട്ടയം യൂണിയന്റെ വിജ്ഞാന സന്ധ്യ സൈബർ സേനയ്ക്കും കോട്ടയം യൂണിയനിലെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.